ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅാ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. MEPയുടെ പാരന്റ് മദ്രസ സംവിധാനത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അൽഹംദുലില്ലാ, ഏകദേശം സൂറത്തുൽ തീന് മുതൽ നാസ് വരെയുള്ള ഭാഗങ്ങൾ കാണാതെ പഠിക്കുകയും അതോടൊപ്പം തന്നെ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ കൂടി പഠിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് എന്താണെന്ന് ആരെങ്കിലും ഒന്ന് സൂചിപ്പിച്ചാൽ വളരെ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും സലാം. തജ്വീദിന്റെ വഖഫ്, ആയത്തുകൾ നിർത്ത് ഓതുമ്പോഴുള്ള നിയമങ്ങൾ. യെസ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്തത് അതായിരുന്നു. വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ലെസൺ ആണ്. ഈ ലെസൺ ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത്. 3 തരം വഖഫുകളാണ് പ്രാഥമികമായി നമ്മൾ പഠിക്കേണ്ടതെന്നും ഒന്നാമത്തെ വഖഫ് എന്ന് പറയുന്നത് ഫത്ഹ്, കസ്ർ, ദമ്മ്, ഇരട്ട കസ്ർ, ഇരട്ട ദം, ഈ 5 വിഭാഗങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു രൂപത്തിലാണ് നമ്മൾ നിർത്തുന്ന അവസാനത്തെ അക്ഷരം എങ്കിൽ അവിടെ സുക്കൂൻ കൊടുക്കണമെന്നും, എന്നാൽ അവസാനത്തെ അക്ഷരത്തിന്റെ സാഹചര്യത്തിൽ നീട്ട് ഫത്തഹോ ഇരട്ട ഫത്തഹോ അതായത് തൻവീൻ ഫത്തഹോ മത്ത് ഫത്തഹോ ആണെങ്കിൽ അവിടെ ഒരു അലിഫിന്റെ അളവിൽ നീട്ടിക്കൊണ്ടാണ് നിർത്തേണ്ടത് എന്നും, ഇനി നിർത്തുന്ന സാഹചര്യത്തിൽ അവസാനത്തെ അക്ഷരത്തിന് ഹാത്തയാണെങ്കിൽ അവിടെ അതിനെ ഹ ആക്കി മാറ്റണം എന്നതുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അൽഹംദുലില്ലാ, ഏകദേശം എല്ലാ ആളുകൾക്കും അത് മനസ്സിലായി എന്ന് പറയുകയുണ്ടായി. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇന്ന് ഇൻഷാ അല്ലാഹ്, ഇപ്പോ ആകെ കുറച്ചു പേര് മാത്രമേ കേറിയിട്ടുള്ളൂ. അപ്പോ ഞാന് പരിശുദ്ധ ഖുർആനിന്റെ ഒരു പേജ് ഇപ്പോൾ ലൈവ് സ്ക്രീനിൽ കാണിക്കും. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിൽ ഓരോ ആളുകളും ഒരു 5 ആയത്ത് വീതം അല്ലെങ്കിൽ ഒരു 7 ആയത്ത് വീതം ഇൻഷാ അല്ലാഹ് ഓതണം. ഓതുമ്പോൾ ഇതുവരെ പഠിച്ച നിയമങ്ങൾ, പ്രത്യേകിച്ച് ഇദ്ഹാർ, ഇഖ്ഫാ, ഇദ്ഗാം, ഇഖ്ലാബ്, ഇദ്ഗാമിൽ തന്നെ 2 സെയിം വഖഫ്, ഇത്രയും കാര്യങ്ങൾ കൂടെ മഖ്റജും കൂടി വളരെ മാക്സിമം ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം ഇൻഷാ അല്ലാഹ് ഓതേണ്ടത്. എല്ലാ ആളുകൾക്കും അത്യാവശ്യം അറിയുന്ന പരിശുദ്ധ ഖുർആനിലെ ഒരു ഭാഗമാണ് സൂറ അൽ-നബ, സൂറത്തുൻ നബ. അപ്പൊ ഇതിന്റെ ആയത്തുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഓതി നോക്കിക്കോളി. ജസ്റ്റ് ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ശേഷം ഇൻഷാ അല്ലാഹ് ഓരോ ആളുകൾ തയ്യാറാവുക. ആദ്യത്തെ 7 ആയത്ത് വീതം കണ്ടിന്യൂറ്റി ആയിട്ട് ഓതണം. ഇതിലെ 24 ആളുകളിൽ റെക്കോർഡിംഗ് ടീം എല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ ഏകദേശം 19 പേരെങ്കിലും ഇൻഷാ അല്ലാഹ് ഓതാനുണ്ടാവും.
ഇത്ര ആളുകൾ ഓതാൻ തയ്യാറാകണം. നമ്മൾ ഓതുന്നത് നമ്മളെ കൂടുതൽ ശരിയാക്കാനാണ്, തെറ്റുകൾ തിരുത്തപ്പെടാനാണ്. അതുകൊണ്ട് ഒരു മടിയും ഉണ്ടാകരുത്. ഇൻഷാ അള്ളാ 2 മിനിറ്റ് ഈ പേജ് ഓതുക. എല്ലാവരും ഒന്ന് ഓടിച്ചു നോക്കുക, എവിടെയൊക്കെയാണ് ഒരു അലിഫ് നീട്ടേണ്ടതെന്നും എവിടെയാണ് സുക്കൂൻ കൊടുത്ത് നിർത്തേണ്ടതെന്നും, അതുപോലെ തന്നെ മറ്റേ ഇദ്ഹാർ ഇഖ്ഫാകൾ വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. യെസ്, ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഓതി നോക്കിയാലോ ഇൻഷാ അള്ളാ. ആരാ ആദ്യം ഓതുക? ഇൻഷാ അള്ളാ പറയൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രീത. ഓക്കെ, ഇൻഷാ അള്ളാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അലീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. കല്ലാ സയഅലമൂൻ ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا. 7 ആയത്തല്ലേ? യെസ്, മാഷാ അള്ളാ. ഏകദേശം ഒക്കെയാണ്. കുറച്ച് മഖ്റജുകൾ ഒന്നും കൂടി ഒന്ന് നന്നാക്കേണ്ടതുണ്ട് ഇൻഷാ അള്ളാ. അൽഹംദുലില്ലാ വളരെ നന്നായിട്ട് ഓതി. എന്നാൽ പോലും ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കാൻ മഖ്റജുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ഫീഹി മുഖ്തലിഫൂൻ എന്നല്ല, ഫീഹി മുഖ്തലിഫൂൻ. അവിടെ നീട്ടാൻ അനുവാദം ഇല്ല. ഓക്കെ, ഇൻഷാല്ലാ. ഓക്കെ, അടുത്ത ആള്. حفصة. ആ. أعوذ بالله من الشيطان الرجيم. وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء ثجاجا. മാഷാ അള്ളാ. അടുത്ത ആള്. بسم الله الرحمن الرحيم. لنخرج به حبا ونباتا وجنات ألفافا إن يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا. ഓക്കെ, മാഷാ അള്ളാ. നന്നായിട്ട് ഓതുന്നുണ്ട്. മാഷാ അള്ളാ. ഓതിയ 3 ആളുകൾ നന്നായി ഓതി. അൽഹംദുലില്ലാ. അടുത്ത ആള്. എല്ലാവരും ഓതണം കേട്ടോ ഇൻഷാ അള്ളാ. بسم الله الرحمن الرحيم. للطاغين مآبا
لابسين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا وكذبوا بآياتنا كذابا. ഓക്കെ ഓക്കെ, മാഷാ അല്ലാ. മഖ്റജ് ഒന്ന് ശ്രദ്ധിക്കണം. അൽഹംദുലില്ലാ, വളരെ നന്നായിട്ട് ഓതിട്ടോ. മാഷാ അല്ലാ. ഓക്കെ, അടുത്ത ആള്. ഇനി ഒരു മിനിറ്റ് സമയം തരാം ഈ പേജ് നോക്കാൻ. പുതിയ പേജാണ്. അസ്സലാമു അലൈക്കും. ഗുൽനാറ ഓതട്ടെ. ഓക്കെ, ഓതിക്കോ. മാഷാ. ഒരു ഓതിക്കോ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أما അല്ലല്ല, അവിടെ അല്ല. ഇനിയും 31-ാമത്തെ ആയത്ത് പോലെ. 31 അടുത്തത് 29. innal muttaqina mafaza hadaika wa akhnaba wa kawaiba atraba wa qasan dihaka la yasma'una fiha law wala kitaba ജസാഉൻ മിൻ റബ്ബിക അതാഅൻ ഹിസാബാ. അവിടെവരല്ലേ? ഒരായത്തോടെ. റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ റഹ്മാൻ ലാ യംലികൂന മിൻഹു ഹിതാബാ. മാഷാ അല്ലാ. കുറച്ച് മിസ്റ്റേക്ക്. ലഘുവെന്നാണ്, ജസാഅന്നാണ്. ജസാഉന്നാ ഓതിയത്. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന, പെട്ടെന്ന് ഓതുമ്പോ ഉണ്ടാവുന്നതാണ്. പ്രശ്നമൊന്നുമില്ല, റെഡിയാക്കിയാൽ മതി. മാഷാ അല്ലാ. ഇൻഷാ അല്ലാഹ്. അടുത്ത ആള്. നേരത്തെ പറഞ്ഞു എല്ലാരും ഓതണം, ആരും അടിപിടിക്കരുത്. നമുക്ക് വേണ്ടി തന്നെയാണ്. ഇൻഷാ അല്ലാ. ജസ്റ്റ് ഒന്ന് ഓതി നോക്കിക്കോളി, എന്നിട്ട് ഓതിയാലും മതി. അസ്സലാമു അലൈക്കും. മനസ്സിലായി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا. ذلك اليوم الحق فمن شاء اتخذ إلى ربه مآبا. إنا أنذرناكم عذابا قريبا يوم ينظر المرء ما قدمت يداه ويقول الكافر يا ليتني كنت ترابا. മാഷാ അല്ലാ. ഇനിയുണ്ട് അത്. ഒരു 1, 2, 3, ഒരു 4 ആയത്തും കൂടി ഓതി. അടുത്ത സൂറത്തില്. നാസിയാത്തിലെ. അതെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والنازعات غرقا والناشطات نشطا
والصابحات سبحا فالسابقات سبقا فالمدبرات أمرا. ഓക്കെ, മാഷാ അല്ലാ. ഇനി അടുത്ത ആള്. السلام عليكم. അസ്സലാം. بسم الله الرحمن الرحيم. يوم ترجف الراجفة تتبعها الرادفة തത്ത് قلوب തത്ത് قلوب അതല്ല, മറ്റേത് തെറ്റ്. تتبع യെസ്, ഓക്കെ. تتبع تتبعها الرادفة قلوب يومئذ واجفة أبصارها خاشعة يقولون أئنا المردودون في حافرة أإذا كنا عظاما نخرة قالوا تلك إذا كرة خاسرة കറത്തുൻ ഖാസിറ. إذا كرة خاسرة. ഓക്കെ, അവിടെ ഇദ്ഹാറാണ് അല്ലേ? മാഷാ അല്ലാ. ഇനി യെസ്, ഇനി ജസ്റ്റ് നോക്കോളി, ഓതിക്കോളി. تنسب. بسم الله الرحمن الرحيم. وإذا هم بالساهرة هل أتاك حديث موسى إذ ناداه ربه بالوادي المقدس طوى വാദിൽ بالوادي വാദിൽ മുഖദ്ദസ്. بالوادي المقدس طوى اذهب إلى فرعون إنه طغى فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى فكذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربك الأعلى ربكم الأعلى. ഓക്കെ, മതി. മാഷാ അല്ലാ. അടുത്ത ആള്. ഇനിയും ഒരുപാട് ആളുകൾ ഓതാനുണ്ട്. ഇൻഷാ അല്ലാ ഈ പേജും കൂടി ഓതി നമുക്ക് നിർത്താം. ഓതാത്തവർ ഓതുക. بسم الله الرحمن الرحيم. فأخذه الله نكال الآخرة والأولى إن في ذلك لعبرة لمن يخشى أأنتم أشد خلقا أم السماء بناها رفع سمكها فسواها وأغطش ليلها وأخرج ضحاها والأرض بعد ذلك دحاها أخرج منها ماءها ومرعاها ومرعاها യെസ്, مرعاها. ഓക്കെ. ഇനി അടുത്ത ആള്.
السلام عليكم. അസ്സലാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والجبال أرساها متاعا لكم ولأنعامكم فإذا جاءت الطامة الكبرى يوم يتذكر الإنسان ما سعى وبرزت الجحيم لمن يرى فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى ഓക്കെ, فإن മതി മതി. الجنة മാഷാ അല്ലാ. ഒരാൾ കൂടി ഓതാനുള്ള ആയത്തുണ്ട്. السلام عليكم. അസ്സലാം. സർത്താജ്. ഓക്കെ. بسم الله الرحمن الرحيم. فإن الجنة هي المأوى يسألونك عن الساعة أيان مرساها فيما أنت من ذكراها إلى ربك منتهاها إنما أنت منذر من يخشاها كأنهم يوم يرونها لم يلبسوا إلى عشية أو ضحاها ലം യൽബസൂ لم يلبسوا إلا عشية أو ضحاها. ശരി, മാഷാ അല്ലാ. ഏകദേശം നമ്മള് മൂന്ന് പേജുകൾ ഏകദേശം ഓതി. അൽഹംദുലില്ലാ. അത്യാവശ്യം ഏറ്റവും എല്ലാവരും, പ്രത്യേകിച്ച് ഇപ്പൊ ലാസ്റ്റ് പഠിച്ച വഖഫൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചാണ് നിർത്തിയേക്കുന്നത്. നീട്ടേണ്ടടുത്ത് നീട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സുക്കും കൊടുക്കേണ്ടടുത്ത് അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. അതാണ് നമ്മുടെ ഉദ്ദേശവും. നമ്മുടെ ഓത്തിനെ നന്നാക്കുക എന്നുള്ളതാണ്. ഇനി മൊത്തത്തിൽ ഒന്ന് പറയാനുള്ളത്, മഖ്റജുകൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അത് ഇല്ലെങ്കിൽ ഈ പഠിക്കുന്നതിന് പോലും അർത്ഥമില്ലാതായി പോകും. അപ്പൊ ക്യാഫ് കോഫൊക്കെ പല ആളുകൾക്കും മിസ്റ്റേക്ക്. അത് മനഃപൂർവ്വം അല്ല കേട്ടോ. ഞാൻ ഈ പറയുന്നതൊന്നും മനഃപൂർവ്വം നിങ്ങൾ ചെയ്യുന്ന അർത്ഥത്തിലല്ല. നമ്മൾ ഇനിയൊന്ന് ഗൗരവം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് രൂപത്തിൽ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ആ വിഷയത്തിൽ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് ഇന്ന് ഒരു ചെറിയൊരു നിയമം ഇൻഷാ അതെ, അല്ലാ. ചോദിച്ചോട്ടെ. നമ്മളെ പൊതുമ്പേ ഇപ്പൊ ഈ പേജിന്റെ തുടക്കത്തിലായത്തില്ലേ ഇത് ഹബ് ലാ ഫിർഔന ഇന്നഹു തുആ എന്നുള്ളത്, അതിലേ തുടങ്ങുമ്പോ ഹംസത്തുൽ വസ്ൽ വരുമ്പോ ചിലയിടത്ത് ഈ സൗണ്ട് കൊടുക്കും, ചിലയിടത്ത് ഊ സൗണ്ട് കൊടുക്കും. ഖുറാനിൽ ഓതുമ്പോ നമ്മളെ മനസ്സിലാക്കും. അത് എങ്ങനെ മനസ്സിലാക്കുന്നല്ലേ? ഹംസത്തുൽ വസ്ൽ എന്നൊരു പാഠം നമ്മൾ അതിലേക്ക് അടക്കുന്നുണ്ട്. അതായത് അതിന് ആ വാക്കിൽ തന്നെയുള്ള ചില അക്ഷരങ്ങളുടെ ഹർക്കത്ത് അനുസരിച്ചാണ് തുടക്കത്തിൽ അത് തീരുമാനിക്കപ്പെടുന്നത്. അത് ഇൻഷാ അല്ലാ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ഓക്കെ, ചില സ്ഥലത്ത് തെറ്റാണ്, ചില സ്ഥലത്ത് ഈ ആണ്, ചിലയിടത്ത് ഊ ആണ്, അങ്ങനെ കുറെ സംഭവ വ്യത്യാസങ്ങളുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് ഹംസത്തുൽ വസ്ൽ എടുക്കുമ്പോ വേണമെങ്കിൽ അടുത്ത ക്ലാസ് ഹംസത്തുൽ വസ്ൽ ആക്കാം. ഇൻഷാ അല്ലാ, കുഴപ്പമില്ല. അത് തന്നെ നേരെ പഠിക്കുകയും ചെയ്യാലോ. പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പൊ മദ്രസയിലൊന്നും പഠിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മഹറജുകള് ഈ പറഞ്ഞ പോലെ ഓതുമ്പോഴും ഇപ്പൊ ഈ ഐൻ ഇങ്ങനെ കുറച്ച് കാഫ് ഇപ്പൊ ഈ ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ചോദിക്കണതേ, എല്ലാവരും ഇങ്ങനെ പറയും മഹ്റജ് കറക്റ്റ് അല്ല, മഹ്റജ് കറക്റ്റ് അല്ല എന്ന് പറയുന്നതല്ലാതെ മഹ്റജ് എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നും കൂടി പറയണ്ടേ? മനസ്സിലായ? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ അതാണ് എടുത്തിരുന്നത്. അതായത് ഓരോ അക്ഷരങ്ങൾ വരുന്ന സ്ഥലം ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതിന് അർത്ഥമുള്ളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞ വിഷയം തന്നെയാണ് അത്. അതായത് നിങ്ങൾ പറഞ്ഞല്ലോ ചെറുപ്പത്തിൽ കിട്ടിയിട്ടില്ല, അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഇനി ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സിമ്പിൾ ആണ്. എല്ലാ മഖ്റജും ഓൾറെഡി പറഞ്ഞ. ഇപ്പൊ നിങ്ങൾക്കല്ല കേട്ടോ, വേറൊരു സഹോദരിക്ക് ഖാഫ് ക്യാഫ് രണ്ടും ഒരേ ശബ്ദമായിരുന്നു. ഒന്ന് തൊണ്ടയുടെ അങ്ങേ അറ്റത്തുനിന്ന് തുടങ്ങണ്ടേ, സോറി നാവിന്റെ അങ്ങേ അറ്റത്തുനിന്ന്. ക്യാഫ് അതിന്റെ കുറച്ച് മുമ്പിലാണ്. നമ്മൾ ആ വ്യത്യാസമൊക്കെ അന്ന് അക്ഷരം പഠിപ്പിച്ചപ്പോ പറഞ്ഞാണ്.
ഖ ഖ അത് രണ്ടായിട്ട് തന്നെ ഒരുപാട് വട്ടം പറഞ്ഞാൽ മാത്രമേ ആ വാക്കിനെ ഒന്ന് ശ്രദ്ധിച്ച് പറഞ്ഞാൽ മാത്രമേ ശരിയാവുള്ളൂ. നോർമലായി ഓതാൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ക്യാഫായി പോകും, എല്ലാം ഐനായി പോകും, എല്ലാം ഗൈനായി പോകും, എല്ലാം ഹായ് ആയി പോകും. കാരണം നമ്മൾ ആ വാക്കിനാണ് ഗൗരവം കൊടുക്കുക. അപ്പൊ നമുക്ക് ഏതെങ്കിലും അക്ഷരം റെഡി അല്ല എന്ന് തോന്നിയാൽ ആ അക്ഷരത്തിന് ഗൗരവം കൊടുത്താൽ മതി, അപ്പൊ നമ്മൾ റെഡിയാവും ഓട്ടോമാറ്റിക്കലി. ഇൻഷാല്ല നിങ്ങൾക്ക് ഇനി ഇല്ലെങ്കിൽ ഒന്നും കൂടി വേണ്ടി മഖറജ് പറയണമെങ്കിൽ ഇൻഷാല്ല നമുക്ക് അത് ചെയ്യാം. ഉസ്താദെ, പക്ഷെ മഖറജിന്റെ മീൻസേ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനമൊക്കെ പറയുമെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് പ്രൊണൗൺസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ പിന്നെ ഓതുമ്പേ പഴയതുപോലെ തന്നെയാണ് ഓതണത്. അതാണ് അതാ ഞാൻ പറഞ്ഞത്. ആ ഓതുമ്പോഴും ആ അക്ഷരത്തിന് കുഴപ്പമുണ്ടെങ്കിൽ അവിടെ ഒരു എന്റെ അക്ഷരം വരുന്നുണ്ട്, എന്റെ ആശയം വരുന്നുണ്ടെന്നുള്ള മൈൻഡ് വന്നാൽ മതി. അപ്പൊ ശരിയാവും. ഓക്കെ, ശരി. ഇത് നമ്മളെ ചെറിയൊരു നിയമം, ഞാൻ അതിന് 2 നിയമങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. പക്ഷെ ഞാൻ കമരിയ ശംസിയ എടുക്കുക എന്നുള്ളത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണം. അത് ശരിക്കും ഓദിച്ച് തന്നെ പറയേണ്ടതാണ്. സോ ഞാൻ അത് സ്കിപ്പ് ചെയ്തിട്ട് താഴത്തെ നിയമം മാത്രമാണ് ഇപ്പൊ പറയുന്നത്. ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ സിമ്പിൾ ആയത് തന്നെ ഒന്നുകൂടി ഒന്ന് തലച്ചോറിനകത്ത് കയറ്റുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അള്ളാഹ് എന്ന പദത്തിന്റെ ഒരു ചെറിയൊരു പ്രത്യേകത, ചില സ്ഥലങ്ങളിൽ അള്ളാഹുവിനെ അല്ലാഹു എന്ന് പറയാറുണ്ട്. അത് എപ്പോഴാണെന്നത് അത് എല്ലാവർക്കും അറിയാട്ടോ, ഈ ഇരിക്കുന്ന ക്ലാസ്സിലുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ പോലും ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അള്ളാഹ് എന്ന പദത്തിന്റെ മുമ്പുള്ള അക്ഷരത്തിന് ഫതഹ്, ളൊമ്മ് എന്നീ 2 അക്ഷരങ്ങളാണെങ്കിൽ സിമ്പിളാണ്, അവിടെ അള്ളാഹ് എന്ന് തന്നെയാണ് ഉച്ചരിക്കേണ്ടത്. അതേ സ്ഥലത്ത് കസർ ആണെങ്കിൽ അവിടെ അല്ലാഹു എന്നത്, അതായത് ലാമിന്റെ കട്ടി കുറയ്ക്കണം എന്നുള്ളതാണ്. ബലില്ലാഹു, ദീനില്ലാഹി, അംരില്ലാഹി. അതേ സമയത്തോ ഫതഹ് ളൊമ്മാണെങ്കിൽ ഇന്നല്ലാഹ, ഖാലല്ലാഹു, സമിഅല്ലാഹു, ഹുദൂദുല്ലാഹു, യുരീദുല്ലാഹു, ഖൽഖുല്ലാഹി. അതായത് തൊട്ടു മുന്നത്തെ അക്ഷരത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് അള്ളാഹു എന്ന വാക്കിന്റെ എന്താണത്, അത് ലാമുൽ ജലാല എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിന് ലാമിന് ഒരു കട്ടിയുള്ള ലാമായി മാറുന്നത്. അതിൽ തന്നെ തൊട്ടു മുന്നേ ഫതഹ്, കസർ, ളൊമ്മ് അടിസ്ഥാനമാക്കി ആ അള്ളാഹ് എന്ന വാക്കിന്റെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ ഒരു 2 പേര് ചെയ്താൽ മതി. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഖുർആൻ ഉണ്ടെങ്കിൽ ഒന്ന് തുറന്നിട്ട് എവിടുന്നെങ്കിലും ഒരു കസറിന്റെ ഒരു ഉദാഹരണം ഒന്ന് കണ്ടെത്താൻ ആർക്കെങ്കിലും, 2 ഉദാഹരണം. ഈ ബലില്ലാവും ദീനില്ലായും അംരില്ല പറ്റൂല, ബാക്കി ഏതെങ്കിലും ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് പെട്ടെന്നാക്കോ ഇൻഷാ അല്ലാ. ഞാൻ നോക്കുന്നുണ്ട്. ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് പറയാം. ഞാൻ തന്നെയാണ് 2 ഞാൻ തന്നെ പറയും. സാറേ എന്നാലും പറഞ്ഞ കിസറിന്റെ ആണോ ഉദ്ദേശിച്ചത്? അള്ളാഹ്ക്ക് മുമ്പ് കസർ വന്നത് മാത്രം. യെസ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എടാ മാഷാ അല്ലാ, അത് വല്ലാത്തൊരു കണ്ടുപിടുത്തമായി പോയല്ലോ. അത് ആരപ്പത്? മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഒരെണ്ണം കിട്ടിയപ്പോ ഇനി ഒരെണ്ണം കൂടി മതി. ശരി, ഞാൻ ഫസ്റ്റ് ഞാൻ പറയുമെന്ന് കരുതിയിരുന്നത്. എന്റെ മനസ്സിൽ ഒരെണ്ണം വന്നു, പക്ഷെ അത് പറഞ്ഞ ക്ലീശയായി പോകും. അവിടെ ഞാൻ പറയണില്ല. വേറെ ആരും പറയല്ലേ എന്ന് പ്രാർത്ഥിക്കണം. ذلك لتؤمنوا بالله. ഓക്കെ, മാഷാ അല്ലാ. ബില്ലാഹി, ഞാൻ ഔദു ബില്ലാഹി ആരെങ്കിലും പറയൂന്ന് കരുതി. മാഷാ അല്ലാ, തന്നെ 2 കറക്റ്റ് ആണ്. ഒന്നുമില്ല, നമ്മളതൊന്ന് ഓതുമ്പോ അള്ളാന്നൊരു പദത്തിന് തൊട്ടു മുന്നത്തെ അക്ഷരത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചാൽ മതി. അത് കസറ ആണെങ്കിൽ അല്ലാഹു എന്നാക്ക്, ബാക്കി ഏത് അക്ഷരമാണെങ്കിൽ അൽഹംദുലില്ലാ അള്ളാഹു തന്നെയാണ് വരുത്തേണ്ടത്. ഓക്കെ, ഇൻഷാ അല്ലാ നമുക്ക് തജ്വീദ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് ഇനി നമ്മൾ കടക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഹിഫ്ളിന്റെ വിഷയത്തിൽ ഒരു കുറച്ചും കൂടെ നമ്മളൊന്ന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത്. അപ്പൊ ഞാനൊരു ടാസ്ക് തന്നിരുന്നു. ഓരോ ആയത്ത് വെച്ചിട്ടാണെങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പിലെ ചോടിമാരെ കേൾപ്പിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാലും കുഴപ്പമില്ല, അതൊന്ന് ക്ലിയർ ആക്കണം. സൂറത്ത് മുഴുവനായി തീർക്കണം എന്ന് പറഞ്ഞിരുന്നു. എന്താണ് നിലവിലത്തെ അവസ്ഥ എന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ പറഞ്ഞാലേ എനിക്കത് മനസ്സിലാവുള്ളൂ. എന്താണ് നിലവിൽ പഠിച്ചു കഴിഞ്ഞിക്കണോ? പഠിച്ചു കഴിഞ്ഞു, ഓതിയിട്ടിരുന്നു. ഓതിയിട്ടിരുന്നു. മാഷാ അല്ലാ. എല്ലാവരും ഓതിയിട്ടിരുന്നു. എന്താണ് മറ്റുള്ളവരുടെ അഭിപ്രായം? ഒരാളിപ്പോ പറഞ്ഞു ഓക്കെയാണ്, ബാക്കിയുള്ളവര്? പഠിച്ചു കഴിഞ്ഞു, മുഴുവൻ ഓതിയിട്ടിട്ടില്ല.
ഓക്കെ പഠിച്ചിട്ട് ഓർമ്മയുണ്ട്. ഓക്കെ ഓക്കെ. ഈ അടി കാണുന്ന 12-ാമത്തെ ആയത്ത് വരെ എല്ലാരും പഠിച്ചിരിക്കണല്ലേ? ഉറപ്പാണോ? സ്ക്രീൻ കാണുന്നില്ല. ഉണ്ടോ? പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ട് ഇപ്പൊ കാണുന്നുണ്ടാവോ? കാണുന്നുണ്ട്. ഓക്കെ ശരി. ഇത് ഞാൻ ഒരാളെ പേര് വിളിച്ചിട്ട് ഞാൻ ഒരു ആയത്ത് പറഞ്ഞാല് നിങ്ങൾ എനിക്ക് ഓതി തരും. ഒരു പൈസ പരിപാടിയാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒറ്റ ഒരു ചോദ്യം എന്റെ ഒരു സമാധാനത്തിന്. ഞാൻ അത്രയും ഡയലോഗ് അടിച്ചിട്ട് എന്റെ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. ആർക്കാ ഒരു ധൈര്യമുള്ള എന്നോട് ചോദിച്ചു ഉസ്താദ് ഞാനിപ്പോ ഓതുന്നു പറഞ്ഞ ഒരാൾ പറയും, ഞാൻ ചോദിക്കാം. അത്രക്ക് ധൈര്യമില്ല. എന്നാലും ഇത്ര തന്നെ ഒന്ന് പറയും. ട്രൈ ചെയ്യാം ഇൻഷാ അല്ലാഹ്. സിമ്പിളാ ചോദിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أرأيت الذي ينهى അബദൻ ഇദാ സ്വല്ല അറൈത ഇൻ കദ്ദബ വതവല്ല. إن كان അറൈത ഇൻ കാന വതവല്ല. إن كان على الهدى അറൈത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വ അറൈത ഇൻ കദ്ദബ വതവല്ല. ഓക്കെ ഓക്കെ. മാഷാ അല്ലാ മാഷാ അല്ലാ. ആ ധൈര്യത്തിന് വലിയൊരു സന്തോഷം, നന്ദി അറിയിക്കുന്നു. ഒരാളും കൂടി. ട്രൈ ചെയ്യാം. ഓക്കെ. ആളാരാന്നറിയില്ല, 2 സൗണ്ട് കേട്ട്. 2 പേർക്ക് മൈക്കോണാക്കി. ആരാണ് ഫസ്റ്റ് റെഡി ആയത്? തൻസീം. അവരാണോ? ശരി. ശരി. ബിസ്മില്ലാ. അലം യഅലം ബിഅന്ന അല്ലാഹ ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അലം യഅലം ബിഅന്ന അല്ലാഹ യറാ ഇൻസാന ലയത്ഗാ കല്ലാ ലഇല്ലം كلا لئن لم ينتهي لنصفعا بالناصية ناصية كاذبة خاطئة فليدع ناديه سندع الزبانية كلا لا تطعه واسجد واقترب. ഓ മാഷാ അല്ലാ മാഷാ അല്ലാ. തുടക്കമൊന്നും വണ്ടി സ്റ്റാർട്ടായില്ല, പക്ഷെ പിന്നെ അടിപൊളിയായി. മാഷാ അല്ലാ. ഒരാളും കൂടി മൈക്ക് ഓണാക്കിയിട്ടുണ്ടേ. സർത്താജിക്കാടെ വൈഫാണോ? അല്ല, ഞാനായിരുന്നു നിഷ. ഓക്കെ. റെഡിയാണോ നിങ്ങള്? ഇൻഷാ അല്ലാഹ് ട്രൈ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അർറആഹു ഇസ്തഗ്നാ ഇന്ന ഇലാ റബ്ബിക റജഅ അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ അറഅയ്ത ഇൻ കാന അലൽ ഹുദാ. ഓക്കെ. മാഷാ അല്ലാ മാഷാ അല്ലാ. എനിക്ക് ഇപ്പൊ ചോദിക്കാൻ ആവേശമായി. ഞാൻ വേറെ സുഹൃത്തുനിന്ന് ചോദിക്കാൻ പോണേ. ആരാ റെഡിയുള്ള? ട്രൈ ചെയ്യാം. ഓക്കെ. ജലീൽ അവരാണോ റെഡി? ഫസ്റ്റ് ചോദിക്കട്ടെ. ചോദിക്കാണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة إن الذين كفروا من أهل الكتاب والمشركين في نار جهنم خالدين فيها أولئك هم شر البرية. ഓ എന്താ ഇനി വളരെ സന്തോഷം കേട്ടോ. ഇനി ആർക്കാ ധൈര്യമുള്ള? അടുത്ത ചോദ്യം. ഓക്കെ. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് وإنه لحب الخير وإنه لشديد. على
വൈന്നഹു അലാ ദാലിക അതല്ലേ പറഞ്ഞേ? ഞാൻ ചോദിച്ചത് ഇന്നൽ ഇൻസാനിലെ റബ്ബിലക്കനൂത്ത്. വൈന്നഹു അലാ ദാലിക ലശഹീദ് വൈന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് അഫലാ യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ വഹുസ്സില മാ ഫിസ് സുദൂർ ഇന്ന റബ്ബഹും ബിഹിം യൗമൈദിൻ ലഖബീർ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ. അടുത്ത ആള് ആരാ റെഡി? ധൈര്യക്കാരൊക്കെ കഴിഞ്ഞോ? സർത്താജക്ക് നിങ്ങൾ റെഡിയല്ല? മേക്ക് മാത്രമേ ഓണുള്ളൂ, അത് റെഡിയല്ല. ഒരാളോട് പടി, ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചു നിർത്താം എന്റെ ഒരു സന്തോഷത്തിന്. ഐദ്രൂക്ക റെഡിയാണോ? ശ്രമിക്കാം. മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ثم رددناه أسفل السافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين. ഓക്കെ മാഷാ അല്ലാഹ്, വളരെ സന്തോഷം കേട്ടോ. നിങ്ങള് സൂറത്തുൽ അലക്ക്, സൂറത്തുൽ ബയ്യിന, വത്തീൻ, ഇദാ സുൽസില, വൽ ആദിയാത്ത്. കാരണം നമ്മൾ ഫസ്റ്റ് ഞാൻ ഹിഫ്ള് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോദിച്ചപ്പോ 90% ആളുകളും പറഞ്ഞത് വല്ല ആദിയാത്തിന്റെ താഴ്ത്തോട്ട് അറിയുള്ളൂ എന്നാണ്. കുറച്ചുപേര് മാത്രമാണ് അതിന് മുകളിൽ പഠിച്ചിട്ടെന്ന് പറഞ്ഞത്. പക്ഷെ എല്ലാവരും ഇതൊക്കെ അറിയുന്നവരാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. കാരണം കുറെ പേര് എല്ലാവരും റെഡി ആയിട്ടില്ല ഏത് ചോദ്യം ഉത്തരം പറയാൻ. പക്ഷെ എല്ലാവർക്കും അറിയാം എന്ന് പരിപൂർണമായി വിശ്വസിക്കുന്നു. ഇനി ഏതെങ്കിലും തരത്തിൽ സൂറത്തുകൾ പഠിക്കാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ തന്നെ അതിന് സമയം കണ്ടെത്തി ഇതുവരെയുള്ള സൂറത്തുകളൊക്കെ ഹിഫ്ളാക്കുക നമ്മൾ അത്യാവശ്യമാണ്. പരിശുദ്ധ ഖുർആൻ കയ്യിലുണ്ടാകുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിനെ 2 സൂറത്തുകൾ പഠിക്കാം. നിങ്ങൾക്കൊക്കെ സുപരിചിതമാണ്, അതുകൊണ്ടാണ് 2 സൂറത്ത് എടുക്കുന്നത്. ഒന്ന് സൂറത്തു ദുഹ, ഒന്ന് സൂറത്തു ശറഹ്. ഓക്കെ, ആദ്യം വദ്ദുഹ ഓതാം, നിങ്ങൾ ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. ഓക്കെ, ആരെങ്കിലും ആൾ ഓതോ ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ അലം യജിദ്ക യതീമൻ ഫആവാ ووجدك ضالا فهدى ووجدك عائلا فأغنى
وأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. നേരത്തെ ഓതാൻ വന്ന സഹോദരിയും കൂടി ഓതിക്കോളൂ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يؤتيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. അടുത്ത സൂറത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഇതാരോ ഓതുക? ഞാൻ എഴുതട്ടെ. ഓതിക്കോളൂ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഓക്കെ, ഒരാൾ കൂടി. بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك وإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഓക്കെ മാഷാ അല്ലാ. അപ്പൊ ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ ഈ രണ്ട് സൂറത്തും കാണാതെ പഠിക്കണം. ഇൻഷാ അല്ലാ ഞാൻ ചോദിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ഓദിച്ച പോലെ ഇൻഷാ അല്ലാ 2-3 പേജ് നമ്മൾ ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിലും ഓദിക്കും. കൂടുതൽ ഖുർആൻ ഓതുമ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും പരിഹാരമാവുക. ഇൻഷാ അല്ലാ നിങ്ങളും സമയം കിട്ടുമ്പോഴൊക്കെ ഓതുക. നേരത്തെ പറഞ്ഞ മഖറജുകൾ ശരിയാ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഇൻഷാ അല്ലാ നേരത്തെ പറഞ്ഞ ഒന്ന് ശ്രദ്ധ കൊടുത്തിട്ടെ മാക്സിമം ട്രൈ ചെയ്യുക. നിയമങ്ങൾ തെറ്റുന്നവരുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഈ വഖഫ് പഠിച്ചതും അള്ളാഹു അത് കസർ ഫത്ഹ് വരുന്നതൊക്കെ ഒന്ന് ഓതുന്നതിനിടയിൽ ഒന്ന് ശ്രദ്ധ കൊടുക്കുക. ഇൻഷാ അല്ലാ ഏറ്റവും ഭംഗിയായി പരിശുദ്ധ ഖുർആൻ ഓതുകയും അത് മനഃപ്പാഠമാക്കുകയും ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം.